സെയിൽസ് നടക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട 5 റീസൺസ് ഇതൊക്കെയാണ്. ഒന്നാമത്തെ റീസൺ, നോ നീഡ്. എനിക്കിപ്പോൾ നിങ്ങളുടെ പ്രോഡക്റ്റ് ആവശ്യമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് കസ്റ്റമേഴ്സ് വാങ്ങുന്നത് പ്രോഡക്റ്റുകളല്ല, അവരുടെ നിലവിലുള്ള പ്രശ്നത്തിൻ്റെ സൊല്യൂഷൻസുകളാണ്. നിങ്ങളുടെ പ്രോഡക്റ്റ് അവരുടെ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ഒരിക്കലും അവിടെ സെയിൽസ് നടക്കില്ല. ആദ്യം ക്രിയേറ്റ് ചെയ്യേണ്ടത് നീഡാണ്. രണ്ടാമത്തെ റീസണാണ് നോ ഹറി. നാളെ ചെയ്യാം അല്ലെങ്കിൽ നാളെ വാങ്ങാം എന്നൊക്കെ കസ്റ്റമേഴ്സ് പറയാറുണ്ട്. അതിൻ്റെ അർത്ഥം അവർക്ക് ആ പ്രോഡക്റ്റ് വാങ്ങാൻ ഒരു അർജൻസിയും ഇല്ല എന്നുള്ളതാണ്. ആസ് എ സെയിൽസ്മാൻ നിങ്ങളവിടെ ചെയ്യേണ്ടത് അർജൻസി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇന്ന് ആ പ്രോഡക്റ്റ് വാങ്ങിയില്ലെങ്കിൽ എന്തൊക്കെ നഷ്ടങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യം കസ്റ്റമേഴ്സിനെ മനസ്സിലാക്കി കൊടുക്കുക. മൂന്നാമത്തെ റീസണാണ് നോ ഡിസയർ. ഒരു ആഗ്രഹവുമില്ല വാങ്ങിക്കാനായിട്ട്. എപ്പോഴും നമ്മൾ തിരിച്ചറിയേണ്ടത് കസ്റ്റമേഴ്സിൻ്റെ ഇമോഷൻസിനെ ടച്ച് ചെയ്യാതെ ഒരിക്കലും സെയിൽസ് സാധ്യമല്ല എന്നുള്ളതാണ്. ഫീച്ചേഴ്സ് അല്ല ഫീലിങ്സ് ആണ് വിറ്റുപോകുന്നത് എന്നുള്ള കാര്യം തിരിച്ചറിയുക. നാലാമത്തെ റീസണാണ് നോ ട്രസ്റ്റ്. എപ്പോഴും ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന ഈ 2 കാര്യങ്ങളിലാണ്: സെയിൽസ്മാൻ്റെ പ്രോഡക്റ്റ് നോളജും സെയിൽസ്മാൻ ആ പ്രോഡക്റ്റിനോടുള്ള കൺവിക്ഷനും. ഒരു സെയിൽസ്മാന് പ്രോഡക്റ്റിനെ കുറിച്ച് അസാധ്യമായിട്ടുള്ള നോളജ് ഉണ്ടാവണം, അതോടൊപ്പം തന്നെ ആ പ്രോഡക്റ്റിൽ ഉത്തമമായിട്ടുള്ള ബോധ്യം ഉണ്ടാവണം. നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിനും ഉറപ്പുണ്ടാവും. അഞ്ചാമത്തെ റീസണാണ് നോ മണി. പലപ്പോഴും കസ്റ്റമേഴ്സ് പറയും, എൻ്റെ കയ്യിൽ നിങ്ങളുടെ പ്രോഡക്റ്റ് വാങ്ങാനുള്ള പണമില്ല. പണമില്ലാത്തതല്ല റീസൺ, നിങ്ങളുടെ പ്രോഡക്റ്റിന് വാല്യൂ അവർ കാണുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ പ്രോഡക്റ്റിൽ വാല്യൂ കാണിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ അവർ ഏത് വിധേനയും അത് വാങ്ങാനുള്ള പണം അറേഞ്ച് ചെയ്യും. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന പല പ്രോഡക്റ്റുകളും നമ്മുടെ കയ്യിൽ പണം ഉള്ളതുകൊണ്ടാണോ നമ്മൾ വാങ്ങിയത്? ചിന്തിക്കുക. താങ്ക് യു സോ മച്ച്.